ഐസ്ക്രീം പേര പിന്നെ ഐസ്ക്രീമിൻ്റെ നല്ല ടേസ്റ്റുള്ളൊരു പേരാണ്. ഐസ്ക്രീമിൻ്റെ മരുന്നില്ല, അല്ലെങ്കിൽ നല്ല ടേസ്റ്റുള്ള പേര. പക്ഷേ ഇത് ആയിട്ടില്ല, എന്നാലും നമുക്ക് നോക്കാം. നമുക്ക് ആയിട്ടില്ല. തൊട്ടപ്പോൾ ഒരു ഇതുപോലെ തോന്നുന്നു. ഉള്ളു റെഡ് ആണല്ലേ? റെഡാണ്. ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ്. കായ്ച്ചു നിൽക്കുന്നുണ്ട്. കഴിച്ചിട്ടില്ല. അത് ഇപ്പോൾ നോമ്പായതുകൊണ്ട് കഴിക്കാനും പറ്റില്ല. അപ്പോൾ ഈ കുട്ടികളെ കൊണ്ട് കഴിപ്പിച്ച് നോക്കാം. എന്തായാലും ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണമല്ലോ. പുതിയൊരു ഐറ്റമാണ്. പുതിയതല്ല. ഇവിടെ ഒരു അണക്കെട്ട് ഉണ്ടാക്കി. അണക്കെട്ട് മാത്രം ഒരു വെള്ളച്ചാട്ടം. നമ്മൾ വായിച്ചാലും ആതിരപ്പള്ളിയിലൊക്കെ പോകണില്ല. ഞാൻ കണ്ടത് മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ അതൊരു വലിയൊരു സംഭവമാണ്. ഒരു അത് മുള്ളു മൂപ്പര് സ്വന്തം അധ്വാനം. ഒരു പണിക്കാരനെ ആരെങ്കിലും ഒരാളെ കൂട്ടിയിട്ട് മൂപ്പര് സ്വന്തം ചെയ്താണ്. പൽസ എന്ന് പറഞ്ഞ ഫ്രൂട്ട് ഇപ്പൊ നോമ്പിനൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഈ പിന്നെ റൂഅബ്സ എന്ന് പറഞ്ഞ ഒരു ഇത് കിട്ടും, ജ്യൂസ് കിട്ടും. റൂഅബ്സ. ആ റൂഅബ്സന്റെ മെയിൻ കണ്ടന്റ് ആണ്. ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജാഫർ ഖാൻ്റെ ഫാമിലത്തെ വീഡിയോ ആണ്. അതായത് ഇവിടെ ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റുകൾ കാഴ്ച നിൽക്കുന്നതും അതുപോലത്തെ വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെ ഫുൾ ഡീറ്റെയിൽസ് വരുന്നത് വീഡിയോയുടെ ലാസ്റ്റിലാണ്. അതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംസാരിക്കുമ്പോൾ ഒരുപാട് സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം. ഈ കാണുന്ന ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡിങ് ആണ്, ഓൾ സീസൺ ആണ്, സ്വീറ്റ് ലൂബി. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം കാര്യങ്ങൾ നമുക്ക് ജാഫർ ഖാനോട് തന്നെ ചോദിച്ചു നോക്കാം. ചെറിയൊരു ഗ്രോ ബാഗിലാണ് ഇരിക്കുന്നത്. ജാഫർ ഖാൻ ഇതിനെ പറ്റുമെന്ന് പറഞ്ഞുതരാം. ഇത് ഇപ്പോൾ ലൂബിൽ ഒരുപാട് ഐറ്റം, 2-3 ഐറ്റം ഉണ്ട്. അതിലൊരു ചില ആൾക്കാർക്ക് വലിയ സൈസാണിത്. ഇതിനെക്കാട്ട് ഈ പിന്നെ ഇത് എന്താ പറയുക, പിന്നെ നമ്മൾ പഴുത്ത് വരുമ്പോൾ വീർത്ത് വരും. അപ്പോൾ നല്ല കുരുവൊന്നും ഇല്ലാതെ നല്ല ശരിക്ക് തിന്നാൻ പറ്റും. നല്ല ഒരു പിന്നെ ഇതാണിത്, ശരിക്കും ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പോൾ നിറയെ കാഴ്ച കണ്ടില്ലേ, എല്ലാ ഭാഗത്തും ഉണ്ടാവും. പിന്നെ പരിപാലനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പരിപാലനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാധാരണ വളങ്ങൾ ഇട്ട് കൊടുക്കും, വെച്ച് മാറാൻ പറ്റില്ല, വളങ്ങൾ ഇട്ട് കൊടുക്കണം. ചെറിയ തൈ പറഞ്ഞാൽ ഒരു 400-500 റുപ്യൊക്കെ മുതൽ തൈകൾ ഉണ്ടാവും. ഒരു വലിയ തൈനനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് വില കൂടും ചെയ്യല്ലേ. ഇതിൽ 2-3 ഐറ്റം ഉണ്ട്. ഇത് 200 റുപ്യേൻ്റെ തൈ ഉള്ള തൈ ഉണ്ട്. ഒരുപാട് വെറൈറ്റി ഉണ്ട്. 2-3 വെറൈറ്റി ഉണ്ട്. ഇവിടെ തന്നെ വേറെ വെറൈറ്റി കാണിച്ചല്ലേ. അപ്പോൾ അവിടെ തന്നെ ഇതൊക്കെ ആഫ്രിക്ക ഇതിവിടെ പിന്നെ പേരക്കുട്ടികളാണ്. അതായത് പെങ്ങളെ പിന്നെ ഒന്നിട്ട് വന്ന പെങ്ങളെ കുട്ടി പെങ്ങളെ മോൻ്റെ വെറൈറ്റി. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവര് വന്നുള്ളത് കേട്ടോ. എന്റെ പേരെന്താ? നൗഷ. അതോ ഇത് പെങ്ങളെ കുട്ടിയോ അല്ലേ? പേരക്കുട്ടി. ഇത് ബാക്കുപാരി, നല്ലൊരു ഫ്രൂട്ട്. ബറാബന്റെ ഒരു ഗുണത്തിൽപ്പെട്ട സംഭവമാണ്. ബറാബന്റെ അതേമാതിരി തന്നെ ഒരു ബാക്കുപാരി. ഒന്നുകൂടി വലിപ്പം ഉണ്ടാവും, ഒന്നും കൂടി ടേസ്റ്റ് കൂടി ചെയ്യും. തൈക്ക് നല്ല വില ഉണ്ടോ? തൈ ബാക്കുപാരി അത്ര വലിയ വില ഒന്നുമില്ല. ചില 100-200 ബറാബൊക്കെ 100 രൂപ മുതലാണ് തുടങ്ങുക. ബാക്കുപാരി ഇപ്പോൾ ചിലപ്പോൾ 200 റുപ്യ. അതന്നെ അതാണ് ഈ കാണുന്നത് അല്ലേ. ഇതൊക്കെ എത്ര വർഷം കൊണ്ട് കായ്ക്കുക? ഇതൊക്കെ നമുക്കൊരു പിന്നെ എന്താണ് പറയുക, 2-3 വർഷം കൂടെ ഒക്കെ കായ്ക്കും. കുറച്ച് സ്ലോ ആണ്. ഇതിപ്പോൾ ചില ആൾക്കാർക്കൊന്നും പിന്നെ ഇത് പറ്റുന്ന ഒരു സാധനമല്ല. പക്ഷേ ഇത് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മുമ്പ് ഈ പിന്നെ ലൂബിക്കട്ടല്ലോ, സീറ്റ് ലൂബിൻ്റെ ഒരു പിന്നെ ലവലോലിക്ക എന്ന് പറയുന്ന പഴം ഉണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത് അതിന് ട്രെൻഡ് വന്നത് എന്താ അറിയോ, പിന്നെ ഈ ആളുകൾ അതിൻ്റെ കിഡ്നി രോഗികൾക്ക് ഏറ്റവും ബെറ്റർ സാധനമാണ് പറഞ്ഞിട്ട് ഇപ്പോൾ അതിൻ്റെ പഴങ്ങൾക്കും തന്നെ ഭയങ്കര വിലയാണ്. പിന്നെ ആ സാധനം കിട്ടാനില്ല. അതിപ്പോൾ തൈകളൊക്കെ ആൾക്കാർ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളെ ഒരു സ്ഥലത്ത് നമുക്കറിയില്ല, ഒരാൾ സ്ഥലത്ത് വന്നപ്പോൾ അവർ പറയുകയാണ്, കാരണം എന്തിനാ നിങ്ങളിത് വാങ്ങുന്നത്, സീറ്റുകൾ വാങ്ങിക്കൂടെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇതൊരു മരുന്നിനാണ്. അപ്പോഴാണ് അവർ പറയുന്നത് ഈ മരുന്ന് ഇതാണ്. ഇതും അതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ്. നമുക്കിത് കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ രസക്കാരം. ഇങ്ങനെ ഒരു പുറത്തൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മുറ്റത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഇതായിട്ടൊക്കെ നിറയെ കാഴ്ച കൊണ്ടുപോയി ചോപ്പ് കളറായിട്ടൊക്കെ എടുക്കുമ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ രസക്കാരം. ഓവർ പ്രതീക്ഷിക്കണ്ട, പ്രതീക്ഷിക്കണ്ട. അതിന്റെ സംഭവമല്ല. അതിപ്പോ കുട്ടി ചിലവർക്ക് പറ്റും, ഇഷ്ടമാരുണ്ട്, ആൾക്കാർ വെട്ടിക്കളിയ കാര്യങ്ങളൊക്കെ. പക്ഷെ ഗുണങ്ങളുണ്ട്. വെറൈറ്റി NR ലൂബി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇല ഇങ്ങനെ, ഇതിന്റെ ഒരു പ്രശ്നം എന്താ പറയുക, ഇതിന്റെ ഇല ഇങ്ങനെ ചോന്നിരിക്കും. ഇതാണ് അത് ലൂബിത. ശരിക്കും അത് കുറച്ച് വലുപ്പമുള്ളതാണ്. ഇത് ചെറുപ്പമാണ് മാത്രം. അതാണ് നിറയെ കായ കൊണ്ടില്ലേ ഇവിടെ. നിറയെ കായുണ്ടോ അത് ആ ഭാഗത്തൊക്കെ അവിടെ. അത് വീഡിയോ കാണിച്ചു കൊടുക്കുക, കണ്ടാൽ തന്നെ മനസ്സിലാവുമായിരിക്കും. അത്രയധികം ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിലൊക്കെ. ഇവിടെ നല്ല അത്യാവശ്യം ഉണ്ടല്ലേ. അത് ശരിക്കും നിറയെ കായ്ക്കണം. ഇത് പഴുത്ത് കഴിഞ്ഞാൽ കുരു പോലില്ല, ഡയറക്റ്റ് മൊത്തത്തിൽ കഴിക്കല്ലേ. ഇത് സാധാ മൾബറിയാണ്. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു മൾബറിയാണ്. സാദിയിലൊരു വെറൈറ്റിയാണ്. ഇത് നല്ല മധുരം. ഇപ്പൊ കുട്ടീനെ വിളിച്ചു കൊടുത്താലോ കാണിച്ചാൽ അവൾക്ക് പറഞ്ഞു തരുള്ളൂ. അവളൊന്ന് വിളിച്ചാ. അപ്പൊ അവളത് പൊട്ടിക്കുന്നുണ്ട് പെൺകുട്ടി. എങ്ങനെയുണ്ട്? രസമുണ്ടാ? മധുരം ഉണ്ടാ? സാധാ പുളിയല്ല, നല്ല മധുരമുണ്ട്. നല്ല മധുരമുണ്ട്, പുളിയല്ല അല്ലേ?
അപ്പോൾ ജാഫർക്ക് പറഞ്ഞാൽ ശരിയാണ്. ഇത് പുളിയല്ല, ഇത് മധുരമാണ്. നമ്മുടെ സാധാ ഇതിന്റെ വരെയല്ല, സാധാ മുൾബറി അല്ല, ഇതൊരു വെറൈറ്റിയാണ്. ഇത് നല്ല രസം ഉണ്ടാവും. ഇതിപ്പോൾ ഈ ഇതിലൊക്കെ ആയിട്ടാണ്. ഇതൊക്കെ ഒന്ന് നല്ല നിലത്തൊക്കെ ആണെങ്കിൽ നല്ല മരമായിട്ട് കിട്ടില്ല. ഇതാണ് നമ്മളെ പൽസ എന്ന് പറഞ്ഞ ഫ്രൂട്ട്. ഇപ്പോൾ നോമ്പിനൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഈ പിന്നെ റൂഅബ്സ എന്ന് പറഞ്ഞ ഒരു ഇത് കിട്ടും, ജ്യൂസ് കിട്ടും. റൂഅബ്സ, ആ റൂഅബ്സന്റെ മെയിൻ കണ്ടന്റ് ആണ്. ഇതാണ് മെയിൻ കണ്ടന്റ്. അതിന്റെ പൽസ ഫ്രൂട്ടാണ് റൂഅബ്സന്റെ മെയിൻ കണ്ടന്റ്. എനർജി ആവാനും ക്ഷീണത്തിനൊക്കെ ഇത് ഭയങ്കര രസം. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. നിറയെ കാഴ്ച ഉണ്ടല്ലോ, നിറയെ. ഇത് ഡയറക്റ്റ് ഇതൊന്നുമില്ല, പ്രോസസിങ് ഒന്നുമില്ല. ഗുണങ്ങളുണ്ട് അതിന് ഒരുപാട്. അതല്ല ഇപ്പൊ റൂഅബ്സ വിൽക്കണത് അതിന് ഭയങ്കര ഇതാണ്. ഇവിടെ കഥ കായായി ഏകദേശം കുറച്ച് വലുപ്പം വെക്കുള്ളൂ. കുറച്ച് ബ്ലാക്ക് കളറാവും. അപ്പൊ നമ്മൾ പൊട്ടിച്ച് കഴിക്കാം. നോമ്പ് കഴിഞ്ഞുണ്ടാവും ഇവിടെ? തീർച്ചയായിട്ടും. ഇതിന് ചെറിയ തൈയൊക്കെ ഉണ്ടോ അവിടെ? ഇതിന്റെ പൽസന്റെ തൈ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടല്ലേ? ഒരു ഇതൊക്കെ കളക്ഷൻ എടുത്ത് കൊണ്ടുവരണല്ലേ മൊത്തത്തില്? ഇവിടെ പിന്നെ കസ്റ്റേർഡ് ആപ്പിൾ ഇല്ലേ, കസ്റ്റേർഡ് ആപ്പിൾ എന്ന് പറഞ്ഞ മറ്റേ മീനാമ്പായം എന്നൊക്കെ പറഞ്ഞേ, അതിന്റെ 1 കിലോ ഉള്ളതാണ്. കുരു ഉണ്ടാവില്ല. 1 കിലോ ഉണ്ടാവും. ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഇതിപ്പോ 2 വർഷം കൂടി കായ്ക്കുമെന്ന് പറഞ്ഞാണ്. കായ്ച്ചിട്ടാണ് കൊടുക്കുക? തൈ ഉണ്ടോ? അല്ല, ഈ തൈ ഇതിന്റെ തൈ വേണമെങ്കിൽ ഉണ്ടാവും. ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കല്ലോ. ഇത് മൾബറി, അതായത് വൈറ്റ് മൾബറിയാണിത്. ഇതിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാല് പിന്നെ പച്ചക്ക് തന്നെ മധുരം ഉണ്ടാവും. ബ്രസീലിയൻ മൾബറി എന്ന് പറഞ്ഞാൽ പച്ചക്ക് മധുരമുള്ള ഒരു മൾബറിയാണിത്. പഴുത്ത് കഴിഞ്ഞാൽ അപാര മധുരമാണ്. പിന്നെ ഇത് ഇപ്പോൾ എന്താ ഇതിപ്പോൾ നമ്മൾ ഇല നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ നുള്ളിയിട്ടില്ല, ഇല നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ശരിക്ക് കായ്ക്കും, നിറയെ കായാനുണ്ടാവുള്ളൂ. ഇതിന്റെ മൾബറി പഴുത്ത ഉണ്ട് ഇവിടെ. ചോപ്പല്ല, മറ്റേതാണ് കൂടുതൽ മധുരം. ഇതാണ് കൂടുതൽ മധുരം. നല്ല മധുരം ഉണ്ടല്ലേ? ശരിക്കും ഏറ്റവും മൾബറിയിൽ എല്ലാരും പറയുന്ന ഒരു റിവ്യൂ ആയിട്ടാ, ഏറ്റവും കൂടുതൽ മധുരമുള്ള ഇതാണ്. ഇതുവരെ ഇതും പ്രത്യേകത ഉണ്ട്. ഇതിൽ വേറെ വൈറ്റ് മൾബറി വേറെ ഉണ്ട്, നീളമുള്ള. ഇത് നീളം കുറവാണ് കാരണം. പക്ഷെ ഇത് എത്ര സമയം എടുക്കും ഒരു ചെറിയ പ്ലാൻ? പച്ച കുട്ടി ഇതിപ്പോ അത്ര അതൊന്നല്ല. ഇത് ഇതുണ്ട്, അധികം ആയിട്ടില്ല. ഇത് നോക്കാം മോളെ. അതുണ്ട്, ഇത് കുറച്ച് മധുരമുള്ളൂ. കറക്റ്റ് റിവ്യൂ പറയും. അത് കുട്ടികൾക്ക് മധുരം, കുട്ടികള് നല്ല മധുരം കഴിക്കും. മറ്റേ നോർമൽ മൾബറിയാണെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല, ഒരിക്കലും കഴിക്കാൻ പറ്റില്ല. ഓക്കെ. ഇതെങ്ങനെ ചെറിയ തൈ കൊണ്ട് എത്ര സമയം എടുക്കും? ഇതൊക്കെ ഇപ്പൊ നമുക്ക് പിന്നെ എന്താണ് ഒരു 6 മാസം കൂടെ ഒക്കെ കായ്ക്കുമെന്ന് ശരിക്കും നോക്കുകയാണ്. പിന്നെ ജാഫർക്ക് അങ്ങനത്തെ വലിയ പ്ലാൻ ഇവിടെ കൊടുക്കൂട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ. പ്ലാന്റ് ഒക്കെ വലുത് കൊടുക്കാറുണ്ട്. ഇത് ഐസ്ക്രീം പേര. പിന്നെ ഐസ്ക്രീമിന്റെ നല്ല ടേസ്റ്റുള്ള ഒരു പേരാണ്. ഐസ്ക്രീമിന്റെ മാതിരി ഇല്ല, അല്ലെങ്കിൽ നല്ല ടേസ്റ്റുള്ള പേര. പക്ഷേ ഇത് ആയിട്ടില്ല, എന്നാലും നമുക്ക് നോക്കാം. നമുക്ക് ആയിട്ടില്ല. തൊട്ടപ്പോ ഒരു ഇതുപോലെ തോന്നുന്നു. ഉള്ളു റെഡ് ആണല്ലേ? റെഡാണ്. ഇത് നമ്മളെ ടെസ്റ്റർമാര് 2 ആൾക്കാരുണ്ട്, കൊടുത്തു നോക്കാം. ഇത് നോമ്പില്ലേ? കുടിച്ചോളി. എങ്ങനെയുണ്ട് പറഞ്ഞിട്ടാ? ഇതാ ഇത് എടുത്തോ, കുടിച്ചോ. എങ്ങനെയുണ്ട്? മധുരണ്ടാ? അപ്പൊ ഓക്കെ കേട്ടാ. ഇത് നമ്മള് വീട്ടിലൊക്കെ വെക്കാൻ ചെറിയൊരു ഗ്രോ ബാഗിൽ തന്നെ കിട്ടുന്നല്ലേ? നല്ല സാധനം, നല്ല വെക്കാം. ഇത് നല്ല വലിപ്പം വെക്കും. ഇത് പഴുത്ത് കഴിഞ്ഞാലും അപാര ഇതാണ് കാരണം. പഴുത്ത് കഴിഞ്ഞാൽ അപാര വലിപ്പം ഉണ്ടാവും ചെയ്യും, നല്ല വലിപ്പം ഉണ്ടാവും. പിന്നെ അതുകൊണ്ട് ടേസ്റ്റും തന്നെ കൂടും, മഞ്ഞ കളറായി മാറും. ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ തന്നെ ചോത്ത് വരുന്നുണ്ടല്ലേ? അതിനുള്ളിൽ ചോത്ത് വരുന്നുണ്ട്. ഏകദേശം എത്ര വെറൈറ്റി ഉണ്ട്? ഇവിടെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. മാവ് കാഴ്ചതാണ്. ഇപ്പൊ ഇത് ഇപ്പൊ മറ്റേ റെഡ് ഐവറി എന്ന് പറഞ്ഞ മാവാണിത്. ഇതല്ലേ? റെഡ് ഐവറി. ഓക്കെ. പിന്നെ ഇത് പിന്നെ റോയൽ SP. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് ഗോലൊക്കെ കട്ട് ചെയ്താലും ഇപ്പൊ എന്തായാലും ആയിണ്ടാവും. കട്ട് ചെയ്യാൻ പോകാനാണ്, അത് കൊടുത്തോളും. എങ്ങനൊന്നുമില്ല. കട്ട് ചെയ്യണോ? വേണ്ടല്ലേ? പഴുത്തോട്ടല്ലേ? നിങ്ങളില്ല, അപ്പൊ പഴുത്തോട്ടെ. വെറുതെ കട്ട് ചെയ്തിട്ട് മാങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാണാനൊരു ഇത് വേണ്ട, പച്ചക്ക് ടൈപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ എങ്ങനെ ഏതൊക്കെ വെറൈറ്റീസാ? ഇതൊക്കെ പിന്നെ നാംഡോക്കുമായി ഗോൾഡ് ആണ്. ഇതൊക്കെ ആവശ്യങ്ങളാ. ഈ പ്ലാന്റ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുമല്ലേ? നാംഡോക്കുമായി വലിയ പ്ലാന്റ് വേണ്ടവർക്ക് ഗോൾഡാണത്. ഇതാണ് നാംഡോക്കുമായി ഗോൾഡിന്റെ കാഴ്ച നിൽക്കുന്ന പ്ലാന്റ് അല്ലേ? കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നത്. ഓക്കെ. ഇത് ഫിംഗർ ലൈം. ഇത് ആൾക്കാരൊക്കെ കായ്ക്കൂലെന്ന് പറഞ്ഞൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് ഇവർ കായ്ച്ചു. നല്ലൊരെണ്ണം ഇവിടെ ഉണ്ടായിരുന്നു. 1-2 ഒരെണ്ണം നമ്മൾ അർത്താണ്, ഇതുവരെയാണ് ബാക്കി ഇതാക്കി നിൽക്കുന്നത്. ഇവിടെ കായ്ക്കൂല ലൈമ, ഫിംഗർ ലൈം. നല്ല നീളുണ്ടാവും, ചുവപ്പ് കളർ. അതിന് ജാഫർക്ക് ഇവിടെ കായ്പിച്ച്. എങ്ങനെയാണ് കായ്പിക്കാനുള്ള ഇങ്ങനെ കായ്ച്ചു. അതേനെ അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. എന്തായാലും കായ്ക്കൊന്നും പറയാം. നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ മിറാക്കിള് പിന്നെ വളം അതാണ് നമ്മൾ ഇട്ട് കൊടുക്കണം, വളം അടിച്ചു കൊടുക്കണത്. അതുകൊണ്ട് തന്നെ കായ്ക്കണത്. കായ്ക്കണല്ലേ? പിന്നെ ഇവിടെ വേറെ ഏതൊക്കെയുള്ളത്?
ഇതിപ്പോൾ അതേമാതിരി പച്ചക്ക് മധുരമുള്ളൊരു ഒരു വെറൈറ്റി സാധനം കേട്ടോ. അത് പ്രത്യേകത എന്താ പറഞ്ഞാൽ ഇത് ശരിക്കും പഴുക്കാതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ട് മോശം അഭിപ്രായ ആൾക്കാർക്ക് ഉണ്ടാവുക. ശരിക്കും പഴുക്കണം. പഴുത്ത് കഴിഞ്ഞാൽ നല്ല ബ്ലാക്ക് കളറായിട്ട് തൊലി ഒഴിവാക്കണം, എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഒന്നിനും മുന്തിരിപ്പേര ഞാൻ നേരത്തെ കാണിച്ചു തന്ന മുന്തിരിപ്പേരയുടെ വേറെ മുന്തിരിപ്പേര ഉണ്ട്. ഇത് അത് ആ മോഡൽ ഇത് വേറെ വെറൈറ്റിയാണ്. ഇത് നല്ല മഞ്ഞ കളറായിരിക്കാറ് ഉണ്ടാവുക. എന്നാലിപ്പോൾ മഞ്ഞ കളർ ആയിട്ടില്ല, എന്നാലും ഇത് ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും. ഞാൻ കാണിച്ചു നോക്കാം, നമുക്ക് കഴിച്ചോക്കാം മോളെ, കഴിച്ചോക്കാം. ടെസ്റ്റ് അപ്പോൾ എല്ലാം ടെസ്റ്റ് ചെയ്യണത്. എങ്ങനെ പുളിയാ? മധുരം ഉണ്ടോ? നല്ല ഉണ്ടോ കുറച്ചാണോ? കുറച്ച് മധുരം ഉണ്ടാവും, കുറച്ച് പുളിയും കൂടി അങ്ങനെ തന്നെ മധുരം ഉണ്ടാവല്ലോ. അല്ല ഇത് മധുരം തന്നെയാണ്, പക്ഷേ രസമുള്ള ഒരു സംഭവമാണ്. ഈ പേരന്റ് ആയിട്ടില്ല, ഇതിന്റെ അകം കണ്ട തന്നെ അറിയില്ല, ഒരു പ്രത്യേക ജെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ. നല്ല വെറുതെ വെറൈറ്റിയാണ്, വെറൈറ്റിയാണ്, വെറൈറ്റി. ശരിക്കും നല്ല ടേസ്റ്റ് ഉള്ളതാണ്. കഴിക്കാൻ പറ്റുന്നുണ്ടോ? ഇഷ്ടമുണ്ടോ സാധനം? ഓ ഇതൊക്കെ മിൽക്ക് ഫ്രൂട്ട് കായ്ച്ചതാ? ഇത് കായ്ക്കാൻ പൂട്ടിട്ട് ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇതൊക്കെ വലിയ പ്ലാന്റ് ആണ്. ഇതൊക്കെ അപ്പൊ അതിന്റെ റേറ്റ് റേറ്റ് ഉണ്ടാവും. ഈ ചെറുതൊക്കെ 600 തുടങ്ങുന്നത്. ലോകനൊക്കെ ഇതൊക്കെ പൂട്ട് വരികയാണ്. ഇതല്ലേ പൂടാ പൂവിട്ട് ലോങ്ങാണ്. ഇതെല്ലാം ഇപ്പൊ സെയിൽ ചെയ്ത് ഒരാൾക്ക് വന്ന് കൊടുത്തു. ഇപ്പോൾ അതാണ്, അത് ചെറുതാണ് കൊടുത്തത് മൂപ്പർക്ക്. ഇത് റൂബി ലോകനാണ്, അവൻ പൂട്ടിക്കണ്. ഇതൊക്കെ ഇത് പിന്നെ അതാണ് ഡബിൾ സൈസാണ്. ഡബിൾ സൈസ് 2 വലിപ്പമുള്ളതാണ് ഡബിൾ സൈസ് ലോകന്. ലോകണൊക്കെ ഇങ്ങനെ സ്റ്റാർട്ടിങ് വരുന്നത്? ലോകനൊക്കെ ഒരു പിന്നെ 1000 രൂപ അതിനാ സ്റ്റാർട്ടിങ് വരുന്നത്. ഒഗളോമറ്റെന്ന് പറഞ്ഞ പിന്നെ ഇതാണ് ജബോട്ടിക്കാതാണ്. മുള്ളുണ്ട് ഇതിന്? ഇതിന് മുള്ളൊന്നുമില്ല. ഇത് ഗ്രീമാലി വെറൈറ്റി അല്ലേ? ആ വെറൈറ്റി. പിന്നെ ഇത് പിന്നെ റെഡ് ഹൈബ്രിഡ്. ഇതൊക്കെ സ്കാർലറ്റ് ആണ്. ഇത് റെഡ് ഹൈബ്രിഡ് ആണ്. ഇത് സബാറയാണ്. അത് ഗ്രീമാലി. കുറെ ഉണ്ടല്ലേ? അതൊക്കെ ഇവിടെ നല്ല ഹൈബറി. ഇതിപ്പോൾ ഈ ഇതിൻ്റെ മറ്റേ പിന്നെ സാൻഡ്രൂപ്പിൻ്റെ തൈകളാണ്. ഇതൊക്കെ ഏകദേശം എത്ര സമയം? ഇതൊക്കെ 200 രൂപ ആ ക്വാളിറ്റിയിലെ പറ്റും. ഏകദേശം എത്ര സമയം എടുക്കും? ഇതൊക്കെ 6 മാസം കൊടുക്കാം. കായ്ക്കല്ലേ? അപ്പൊ അതുണ്ടല്ലേ വലിയ പ്ലാന്റ് 4 സീസൺ ഇതൊക്കെ കൊടുക്കാനുള്ളതാണ്. ജാഫർക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ റേറ്റ് പറഞ്ഞിട്ടല്ലേ? പിന്നെ ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സാധാരണ ഓറഞ്ച് കഴിക്കണ മാതിരി തന്നെ ഭയങ്കര അപാര ടേസ്റ്റ്, നല്ല മധുരമുണ്ട്. ഞാൻ കഴിച്ചു നോക്കിയിട്ട് എനിക്കൊരു ഇത് സ്ഥലത്ത് പ്ലാന്റ് കിട്ടിയതാണ്. നമ്മളെ കാലാവസ്ഥയിലും മധുരം, നമ്മൾ അറിയാം മധുരം, നല്ല മധുരം ഉള്ളത്. നല്ല മധുരമുള്ളതാണല്ലേ? 4 വർഷമൊക്കെ എടുക്കുമോ മധുരം ഉണ്ടാവാം? ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷം ആവുന്നുള്ളൂ. 1 വർഷമായിട്ടുള്ളൂ. പൂട്ടിട്ട് ഇവിടെ പൂട്ടിട്ടില്ല. റിവ്യൂ. ഇത് ജാഫർ ഖാന്റെ ഇവിടെ ഒരു വെറൈറ്റി ചാമ്പ കാഴ്ചാട്ടാ. ഇതിപ്പോ ഞാൻ ഇതിന്റെ നമ്മളെ കണ്ടിട്ടില്ല, പുതിയത് ഇറങ്ങിയതാണ്. കിങ് കോങ് ചെറിയ ഇല എന്ന് പറഞ്ഞാൽ അപാര വലിപ്പമായിരിക്കും ഇതിന്റെ ഇല. വെറൈറ്റി സാധാ ചാമ്പന മാതിരിയല്ല. നിങ്ങളെ അതായത് ഭയങ്കര ഇതാണ്ട അതിന്റെ ഇലൊക്കെ കണ്ടില്ല, ഇതാണ്ടാ ഇതിനൊക്കെ അത്രയും ഭയങ്കര ഇലയായിട്ട് ഭയങ്കര രസമുള്ള ചാമ്പാണ്. നമ്മൾ പറിക്കാൻ പോകണം എന്തായാലും, കുട്ടികൾക്ക് കളിച്ചു കൊടുക്കാനാ. പിടിച്ചോ, ഇവിടെ പിടിച്ചോ, ഇവിടെ മേലെ പിടിച്ചോ. ഒരു ഫോട്ടോ എടുത്തിട്ടില്ല. അത് ഇപ്പോൾ നോമ്പായതുകൊണ്ട് കഴിക്കാനും പറ്റില്ല. അപ്പോൾ ഈ കുട്ടികളെ കൊണ്ട് കഴിപ്പിച്ച് നോക്കാം. എന്തായാലും ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണമല്ലോ. പുതിയൊരു ഐറ്റാണ്. ഇതിന് തൈകൾ നമ്മളത്തുണ്ട്. ഇതൊക്കെ ഇവിടെ കാണാൻ നല്ല ഭംഗിയാട്ടോ, നല്ല റെഡ് കളർ. മധുരം ഉണ്ടാ? ചോദിച്ചു നോക്കാം, മധുരം ഉണ്ടോ നോക്കേ. മധുരം ഉണ്ടല്ലേ? മധുരം ഉണ്ടാ? ഇത് ശരിക്കും ഞങ്ങൾ ഇതിന് മുന്നത് കഴിച്ചിട്ട് മധുരം ഉണ്ടെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, ജാഫർക്ക് തന്നെ പറഞ്ഞ് സത്യസന്ധമായ റിവ്യൂ അവർ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഇല്ലേ? ജാഫർക്ക് അത് സക്സസ് ആട്ടാ. 100% ആയിക്കോട്ടെ. അപ്പോൾ ഇതൊരു പുതിയൊരു കുള്ളമ്പോയ എന്താ പറയുക, 1 മീറ്ററിൽ കുറക്കണം. ഇതിപ്പോൾ എന്താ അറിയോ, ഇതിപ്പോൾ ഒരു നല്ല രസമായിട്ട് ഒരു ബക്കറ്റിൽ ഇതിന് ഡ്രമ്മിലൊക്കെ ആണെങ്കിൽ ഈ വീടിൻ്റെ മുല്ലൊക്കെ അങ്ങനെ വെക്കാൻ വേണ്ടി എന്തെങ്കിലും ഇതിനൊക്കെ ഉണ്ടെങ്കിൽ വാട്ട് കൂടെ വലിച്ചുകൊണ്ടൊക്കെ 1 മീറ്ററിൽ കുറക്കും. ഡ്രമ്മിൽ വളർത്തി നല്ല രസക്കാരൻ. 1 മീറ്റർ ഉണ്ടാവുള്ളൂ. ഞാൻ ഒരു ഡ്രമ്മിൽ കൊണ്ടുപോയിട്ട് ഒരു ഡ്രമ്മിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. നല്ല രസം ഉണ്ടാവും. കൊലക്കുന്ന ഉറപ്പാ? ഉറപ്പാണ്. കസ്റ്റേർഡ് ആപ്പിളാണിത്. ശരിക്കും കായ്ക്കോ? കസ്റ്റേർഡ് ആപ്പിൾ ഇവിടെ എല്ലായിടത്തും കായ്ക്കലാണ്. ഇതിപ്പോൾ നമ്മളെ ശരിക്കുള്ള അവിടെ ചക്കപ്പായം എന്ന് പറഞ്ഞ ചക്കപ്പായല്ലേ, അത് ഇതിലാണ് കായ്ക്കണത്. ചക്കപ്പായം സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് ഗ്രോ ബാഗ്. ചാമ്പായിട്ട് ഒരുപാട് വെറൈറ്റി ഇവിടെ ഇത് വേരിക്കേറ്റിട്ട് ചാമ്പയാണ്. ചാമ്പല് കുറെ വെറൈറ്റി. ചാമ്പ കാഴ്ചക്കിടാ അതിന്റെ അടിയിലതാ അതിന്റെ അപ്പുറത്ത് ഇത് പഴുക്കാനായില്ലോ. മഴ കറക്റ്റ് കുട്ടികളെ കൊണ്ട് കൊടുത്തു കൊടുക്കാം. ഇവിടെ ഒരുപാട് ചാമ്പുണ്ടല്ലേ ആഫ്രിക്ക?
എന്താണ് ഈ ചാമ്പനെ കുറിച്ച് ജാഫർ ഖാന്റെ അഭിപ്രായം? ചാമ്പ എന്ന് പറഞ്ഞാലേ ഇപ്പൊ മുമ്പ് ആൾക്കാർക്ക് ഇതിനോട് ഒരു മടുപ്പ് തോന്നാൻ കാരണം എന്താ പഴയ കാലത്ത് കുറേ ചാമ്പ ആൾക്കാർ കൊണ്ടുവച്ചിട്ട് പുളിയും അത് ചവർപ്പോ കൂടി ആയിട്ട് ആർക്കും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ അപാരം മധുരമാണ്, മധുരമുള്ള ചാമ്പയാണ്. വേറെ മധുരം എന്ന് പറഞ്ഞാൽ അപാരം മധുരമാണ്. അപ്പോൾ അതുകൊണ്ട് ചാമ്പ എല്ലാവരും വെക്കണ ഏറ്റവും നല്ല വീട്ടിക്ക് ഇത് ചാമ്പ മതി. പിന്നെ നല്ലൊരു ചാമ്പയാണെങ്കിൽ വീട്ടിക്ക് ഇത് മതിയല്ലോ, വേറെ എന്തിനും ഒരു ആവശ്യമില്ല. വേറെ വെറൈറ്റി ഇതന്നെ ഓരോ സൈപ്പും കാര്യങ്ങളൊക്കെ വേറെ വെറൈറ്റി സാധനങ്ങളാണ്. ഇതിപ്പോ വേരിക്കേറ്റഡ് ചാമ്പയാണ്. കാഴ്ച നിൽക്കണോ കൊടുക്കൂല വലിയ പ്ലാന്റ് കാഴ്ച കൊടുക്കും. ഇത് വേരിക്കേറ്റഡാണ് ചാമ്പയാണ്. ഇതൊക്കെ വെറൈറ്റിയാണ്, ഇതൊക്കെ വെറൈറ്റി. ഇവിടത്തെ കാഴ്ച വൈകിട്ടൊക്കെ കാഴ്ച ഉണ്ടായിരുന്നു. ഇതിനുള്ളിലേക്ക് വന്ന ശരിക്കും ഒരു കാട് പോലെ തന്നെ കേട്ടോ. ഒരുപാടുണ്ട്. ആ ഒരു ഏരിയന്ന് ഒരു ഏരിയ വരെ ഉണ്ട്. ദൽഹാരി മുതൽ വെരിഗേറ്റഡ് ചാമ്പ വരെ ഇവിടെ ഉണ്ട്. വെൽച്ചാമ്പുണ്ട്, പിന്നെ ഇവിടെ വെൽച്ചാമ്പതിലുണ്ട്. വെൽച്ചാമ്പ് ഉണ്ടല്ലേ? ചാമ്പുണ്ട്. ഇത് നമ്മളെ ഇതാണ് മറ്റേ ഈ പിന്നെ എന്താണ് പറയുക രാജാപ്പുളി. നമ്മളവിടെ ഉണ്ടായിരുന്നാണ് കൊടുക്കുന്നുള്ളൂ. ഞാൻ വിളിക്കല. ഇത് രാംടോക്ക് മൈ ഗ്രീന്. ഇപ്പോൾ ശരിക്കും ഇതാ കാഴ്ചകൾ കാണാം. ഈ പ്ലാന്റ് ഇതാ അടിയിലിതാ, ഇതിൻ്റെ അടിയിലിതാ എന്താ ഇതിൻ്റെ അവിടെ ഉണ്ട്. ഇതിൻ്റെ മാങ്ങ അവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട്. അതാ കണ്ടോ നോക്ക്. ഒക്കെ ഉണ്ട്. ഇതിമൊക്കെ കാഴ്ചയുണ്ട്. ഇത് കാഴ്ച പിന്നെ അപ്പുറത്തുള്ള ഈ കായുള്ള പ്ലാന്റ് ഒക്കെ കൊടുക്കുമല്ലോ ഒക്കെ കൊടുക്കും. ഇത് കാഴ്ചയാണ്. ഇവിടെ ഉണ്ട്. ഈ പ്ലാന്റ് ഒക്കെ ആവശ്യക്കാരനെ കൊടുക്കല്ലേ? ഇതൊക്കെ വലിയ റംബുട്ടാന് കാഴ്ചതാണ്. കാഴ്ച റംബുട്ടാൻ അതൊക്കെ നമുക്കവിടെ കായുള്ളതുണ്ട്, അപ്പുറത്തുള്ളിൽ കായുള്ളതാണ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലേ? അപ്പൊ കായുള്ള റംബൂട്ടാൻ വേണമെങ്കിൽ ഇവിടെ ഇത് പിന്നെ മഞ്ഞയാണ്, ചോപ്പുണ്ട്, N18 ഉണ്ട്, എല്ലാ വെറൈറ്റീസ് ഉണ്ടല്ലേ? എല്ലാ വെറൈറ്റീസ്. ശരിക്കും ജാഫർക്ക് എത്ര ഏക്കറിലാണ് ഇത് വരുന്നത്? ഇത് ഒരുപാട് സ്ഥലമുണ്ട്. ഇത് ഇതൊക്കെ നോക്കില്ല. അതോടെ പിന്നെ ഇവിടെ നമ്മുടെ സുഹൃത്തുണ്ട്, ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തണം. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തല്ല? ഇവിടുത്തെ ഇത് നമ്മുടെ സുഹൃത്ത് മുസ്തഫ. പിന്നെ എന്താണ് നെയ്യത്തൂർ മുസ്തഫ എന്ന് അറിയപ്പെടുക. മൂപ്പര് എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മൂപ്പരെ കുറേ കാലം മുമ്പ് പരിചയപ്പെട്ടാണ്. ഒരു അത്ഭുത മനുഷ്യൻ എന്നാണ് പറയാം. നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കൂലേ എന്താണ് പറയുക, ആദാമിൻ്റെ മകൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാടുണ്ടായിരുന്നു പഴയ കാലത്ത്. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. അതുപോലെ അധ്വാന ശീലിയുള്ള ഒരു മനുഷ്യനാണ്. മൂപ്പരെ കണ്ട നോക്കണ്ട. ഇതൊരു മലയുള്ള പ്രദേശം. മല ഒന്നായിട്ട് കാട് ചെയ്ത് അത് നല്ലൊരു ഇതിലാക്കി നല്ല ഫലവൃക്ഷങ്ങളൊക്കെ നട്ട് വളർത്തി പൂച്ചെടികളൊക്കെ വെച്ച് ഇപ്പോൾ മൂപ്പരെ വീട് കണ്ടാൽ നിറയെ പൂച്ചെടികളും കാര്യങ്ങളൊക്കെ അതൊക്കെ മൂപ്പര് ഉണ്ടാക്കി തന്നെ. അത്രയും കഷ്ടപ്പെട്ടിട്ടല്ലേ? ഒരുപാട് കഷ്ടം. പിന്നെ അതുപോലെ അത് മാത്രമല്ല, ഇവിടെ ഒരു അണക്കെട്ട് ഉണ്ടാക്കി. അണക്കെട്ട് മാത്രം ഒരു വെള്ളച്ചാട്ടം. നമ്മൾ വായിച്ചാലും ആതിരപ്പള്ളിയിലൊക്കെ പോകണില്ല. മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ അതൊരു വലിയൊരു സംഭവമാണ്. ഒരു അത് മുള്ള് മൂപ്പര് സ്വന്തം അധ്വാനം. ഒരു പണിക്കാരനെ ആരെങ്കിലും ഒരാളെ കൂട്ടിയിട്ട് മൂപ്പര് സ്വന്തം ചെയ്താണ്. ഇപ്പൊ നമ്മളിപ്പോ മൂപ്പരേറ്റ് ഒരു കയ്യൊപ്പാക്കിയിട്ട് ഞങ്ങളിവിടെ ഈ ചെടി നമ്മള് പ്ലാന്റ് ഇതൊക്കെ കൂടെ ആയിട്ട് ഇവിടെയാണ് ഇപ്പൊ നമ്മള് ഇത് ചെയ്തിട്ടുണ്ട്, നഴ്സറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വലിയ പ്ലാന്റിന്റെ മരങ്ങളൊക്കെ കൊടുന്ന് വെക്കാനുള്ള സൗകര്യം ഉണ്ടായതുകൊണ്ട് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടല്ലേ? നമുക്കൊന്ന് കാണല്ലോ? തീർച്ചയായിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സ്ഥലം ഒന്ന് പറഞ്ഞെടുത്തോളൂ. ചിലര് ചോലക്കാട് ഡിസ്പ്ലേയിൽ നമ്മൾ നമ്പർ കൊടുക്കാം. നമ്പർ കൊടുക്കാം.